താമര എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു പുഷ്പമാണ്. ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ വൃക്ഷങ്ങളും വൃക്ഷലതാദികളും ഉണ്ടായി. അങ്ങനെ പിന്നീട് അതിമനോഹരമായ ചെടികളും പൂക്കളും ഒക്കെ ലോകത്തിലേക്ക് വന്നു തുടങ്ങി. താമര സകല പൂക്കളിൽ നിന്നും ഏറ്റവും മനോഹരമായ ഒരു പൂവാണ്. ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് താമരയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 28-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്: ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ കാണുന്നത് വയലിലെ താമരയെ കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, ഭൂമിയിൽ നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. ആഹാരത്തെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടരുത്. വസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷികമായ ഘടകമാണ്. ആഹാരം എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷികമായ ഘടകമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ആകുലപ്പെടരുത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഉടുപ്പിനെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത്. വയലിലെ താമര അതെങ്ങനെ വളരുന്നു എന്നാണ് കർത്താവ് ചോദിക്കുന്ന ചോദ്യം. അവ അധ്വാനിക്കുന്നതും നൂൽ നൂൽക്കുന്നതുമില്ല, എന്നാൽ വളരെ മനോഹരമായി അത് ഉണ്ടായി വരുന്നു. അതിന്റെ ഇതളുകൾ അതിമനോഹരമായി തന്നെയാണ് കാണുന്നത്. ശലോമോൻ എന്ന് പറയുന്ന രാജാവ് ഏറ്റവും മഹത്വമുള്ള രാജാവാണ്. ശലോമോന് വലിയ ജ്ഞാനവും വലിയ സമൃദ്ധിയും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു ശലോമോൻ രാജാവ് എന്ന് പറയുന്നത്. ഈ ശലോമോൻ രാജാവിന്റെ മഹത്വത്തിൽ ഒന്നിനോട് പോലും ഈ താമരയുടെ സൗന്ദര്യത്തിനോട് നിൽക്കുവാൻ കഴിയുകയില്ല. അത്ര മനോഹരമാണ് താമര എന്ന് പറയുന്നത്. അതുകൊണ്ട് അധ്വാനിക്കാതെയും നൂൽ നൂൽക്കാതെയും സ്വയമായി പുഷ്പിച്ച് അതിമനോഹരമായി നിൽക്കുന്നതാണ് താമര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ പലതരം താമരകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്ന് പറയുന്നത് താമരയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് താമര പുഷ്പത്തിന്റെ സൗന്ദര്യത്തെയാണ്. നമ്മളുടെ ജീവിതത്തിൽ ഈ താമര പുഷ്പത്തെ നോക്കി നമുക്ക് ലഭിക്കുന്ന ദൈവീക വെളിപ്പാടെന്ന് പറയുന്നത്, നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടരുത്. വസ്ത്രത്തെക്കാളും ആഹാരത്തിനേക്കാളും നമ്മുടെ ശരീരവും നമ്മളുടെ ജീവനും പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് വയലിലെ താമര തനിയെ സൗന്ദര്യമായി നിൽക്കുന്നത് എന്ന് പറയുന്നത് അവ അധ്വാനിക്കാതെയും നൂൽ നൂൽക്കാതെയുമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് യാതൊന്നിനെക്കുറിച്ചും നമ്മൾ ആകുലപ്പെടരുത്. നമ്മളുടെ ദൈവം നമ്മളെ വഴി നടത്തും. നമ്മൾ ആകുലപ്പെടാതെ തന്നെ നമ്മെ അവൻ വഴി നടത്തി നമുക്ക് ആവശ്യമായത് തരും. അതുകൊണ്ട് വയലിലെ താമരകൾ എന്ന് പറയുന്നത് അതിസൗന്ദര്യമുള്ളതാണ്. ഈ താമരയെ നോക്കി നമ്മളുടെ ജീവിതത്തേക്ക് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നാളെയെക്കുറിച്ച് ഒരു കാരണവശാലും നമ്മൾ ആകുലപ്പെടരുത് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ്
നമുക്ക് ഇവിടെ ലഭിക്കുന്നത്.